നമസ്കാരം, ഞാൻ അഞ്ജലി ദീപേഷ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് റൂം ഡെക്കോർ ഐഡിയാസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഭയങ്കര സിമ്പിളാണ്. പിന്നെ നമുക്ക് വീട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. കുറച്ച് പെയിൻറ്റും കുറച്ച് ബ്രഷും അതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ കുറച്ച് എന്താ പറയുക, ആർട്ട് വർക്കും ക്രാഫ്റ്റ് വർക്കും ഡെക്കോറൊക്കെ ആയിട്ട് നമുക്ക് ടൈം പാസ് ചെയ്യാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യത്തെ DIY സ്ട്രൈപ്ഡ് പില്ലോ കവറാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു പില്ലോ കവർ, കറുത്ത അക്രിലിക് അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ്, സെല്ലോ ടേപ്പ് തിക്നെസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും, ഒരു പെയിൻറ്റ് ബ്രഷ്. ഇനി സെല്ലോ ടേപ്പ് പില്ലോ കവറിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒട്ടിക്കണം. നിങ്ങളുടെ ഗ്യാപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇടാം, തിക്നെസ് എത്ര വേണ്ടതെന്ന് വെച്ചെങ്കിൽ അത്രയും. ഇനി കറുത്ത പെയിൻ്റ് അടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് മനസ്സിലായത്, ഈ ചെറിയ ബ്രഷ് കൊണ്ട് ആക്കിയാൽ ഇന്നൊന്നും തീരില്ല എന്ന്. അപ്പോൾ വേറെ ബ്രഷ് വലുത് എടുത്തു. ഇനി അത് ഉണങ്ങാൻ വയ്ക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ സെല്ലോ ടേപ്പ് എടുക്കാം. കറുത്ത പെയിൻറ്റ് കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ സാരില്ല, നമുക്ക് വൈറ്റ് പെയിൻറ്റ് കൊണ്ട് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അടുത്തത് വാൾ ഫ്രെയിമാണ്. നമ്മുടെ ഇഷ്ടമുള്ള പോലെ വാൾ ഫ്രെയിം ഉണ്ടാക്കാം. പെയിൻറ്റിങ്, കോട്ട്സ്, അങ്ങനെ. എനിക്ക് മോട്ടിവേഷൻ കോട്ട്സാണ് ഇഷ്ടം. കോട്ട്സ് ആണെങ്കിൽ picmonkey.com കസ്റ്റമൈസ് ചെയ്യാം. ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുക, A4 സൈസ് പേപ്പറിലേക്ക് റീസൈസ് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. പിക്മങ്കി തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതാ യൂസ് ചെയ്യാറ്, അത് കാരണം ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിൽ ഓരോ ഓവർലേസ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ. എല്ലാം കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഞാനൊരു പഴയ ഫോട്ടോ ഫ്രെയിമിലിട്ടു. അങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് കോട്ട് വാൾ ഫ്രെയിം റെഡി. എൻ്റെ DIY പേപ്പർ ബട്ടർഫ്ലൈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അടുത്തത് ഒരു മോഡേൺ ആർട്ട് ക്യാൻവാസ് ആണ്. ഇതിന് വേണ്ടത് ഒരു ക്യാൻവാസ് ബോർഡ്, അക്രിലിക് കളേഴ്സ്, സെല്ലോ ടേപ്പ്, പെയിൻറ്റ് ബ്രഷ്, കത്തര. സിഗ്സാഗ് പാറ്റേണിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. ഇത് സെല്ലോ ടേപ്പ് അല്ല കേട്ടോ, വാഷി ടേപ്പാണ്. ഇത് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വാഷി ടേപ്പ് അല്ല സെല്ലോ ടേപ്പ് ഉണ്ടായിരുന്നില്ല, അതാട്ടോ വാഷി ടേപ്പ് യൂസ് ചെയ്തേ. ഇനി കളർ ചെയ്യാം. കുറച്ച് ഷെയ്ഡിങ് വർക്ക് ചെയ്യാം. പെയിൻറ് ഉണങ്ങുമ്പോൾ ടേപ്പ് എടുക്കാം. ഞാനൊരു മണ്ടത്തരം ചെയ്തു പോയി. അതായത് പെയിൻറ്റിൽ വെള്ളം മിക്സ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതാ ഇങ്ങനെ ആകെ സ്പ്രെഡായി. പിന്നെ ഇരട്ടിപ്പണിയായിരുന്നു. വൈറ്റ് കളറൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നു. എന്തായാലും അവസാനം ഫിനിഷിങ് നന്നായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടില്ലേ എത്ര സിമ്പിളായിരുന്നു എന്ന്. കുറച്ച് ഗൂഫപ്സ് ഒക്കെ ഇടയിലുണ്ടായിരുന്നു, എന്നാലും അത് ഇഗ്നോർ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ശരി, എന്നാൽ ഇത്രയൊക്കെ തന്നെ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും നമസ്കാരം.